നല്ലൊരു പിങ്ക് പാലട പായസം ഉണ്ടാക്കിയാലോ? നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ കുക്കറിലേക്ക് ആദ്യം 1 ലിറ്റർ പാല് ചേർക്കാം. 4 കപ്പ് പാലാണ്, അതിന് 3/4 കപ്പ് വെള്ളം കൂടെ ചേർക്കണം. പാല് തിളച്ചു വരുമ്പോൾ 1/4 കപ്പ് നിറയെ പഞ്ചസാര ചേർക്കാട്ടോ. മധുരം നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. 2 മിനിറ്റ് മിക്സ് ചെയ്ത് പഞ്ചസാര മുഴുവൻ അലിഞ്ഞ ശേഷം ഏറ്റവും കുറഞ്ഞ തീയിലേക്ക് വയ്ക്കണം. എന്നിട്ട് ഈ കുക്കർ മൂടി വെച്ച് ഒരു 40 മിനിറ്റ് പാല് കുക്കാവട്ടെ. ഇടയിൽ 1-2 വിസിൽ വരും, അത് കുഴപ്പമില്ല കേട്ടോ. പാല് ശരിയാവുമ്പോഴേക്ക് അട കുക്ക് ചെയ്യാം. 2 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് ചെറിയ ടൈപ്പിലുള്ള അട ചേർത്തിട്ട് കുക്ക് ചെയ്തതാണ്. അട വെന്താൽ വേഗം തന്നെ ചൂടുവെള്ളത്തിൽ നിന്ന് ഒരു അരിപ്പയിലേക്ക് മാറ്റി അതിന്റെ മുകളിലൂടെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓവർ കുക്കാവാതിരിക്കാനും പിന്നെ ചെറിയ തരികളൊക്കെ പോകാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പായസം റെഡി ആയിട്ട് വരുമ്പോൾ കുഴഞ്ഞതുപോലെ ഉണ്ടാവും. 40 മിനിറ്റായി പ്രഷർ ഫുള്ള് മാറിയിട്ട് ഓപ്പൺ ചെയ്തതാണ്. ഈ പാല് ഒരു പിങ്ക് കളറിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഉരുളിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ചൂടാകുമ്പോൾ വേവിച്ച അട ചേർത്തിട്ട് 2 മിനിറ്റ് നെയ്യിൽ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ ഈ പാല് ചേർത്ത് കൊടുക്കാം. പാലും അടയും നല്ലപോലെ യോജിപ്പിച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ ഫ്ലേവറോ മിൽക്ക് മെയ്ഡോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അല്പം ഏലക്കാപ്പൊടിയും നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. പായസം കുറുകി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല രുചിയുള്ള പിങ്ക് പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.